അവിടെ ബെല്ലടിക്കണം. ആദ്യജോ എന്താ വിസയിച്ച് ഈ വഴിയൊക്കെ ഇജ്ജ് മറന്നിക്കണോ? ഞാൻ മറന്നിട്ടൊന്നുമില്ല. എന്നാ കേറി വാ. അല്ല മോളെ, ഇജ്ജ് ഈ പെരേക്ക് വരാനുള്ള വഴിയൊക്കെ മറന്നിക്കണോ? എന്ന് വന്നതാണ് എന്റെ പൊന്നാറിന്റെ അമ്മ. എനിക്ക് വരാൻ പറ്റണ്ടേ? കുട്ടികൾക്കാണെങ്കിൽ സ്കൂള്, അതിന്റെ ഇടയിൽ ഞാൻ എങ്ങനെ വരിക? ഇപ്പൊ തന്നെ ഞാൻ ഇക്കാനെ അവിടെ ആക്കിയിട്ടാ പോന്നിക്കണത്. ഞാൻ അന്ന് എന്നെ പറ്റി ഇപ്പണ്ട് വിചാരിച്ചിട്ടുള്ളൂ. എന്നാലും ഇജ്ജ് വന്നല്ലോ. അല്ലമ്മ, താത്ത എവിടെ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഓളത് റൂമിലുണ്ട്. ഞാൻ വിളിക്ക. വേണ്ട, ഞാൻ വിളിച്ചോളാം. എന്നാ ഞാനേ അടുക്കളയിൽ ഉണ്ടാവും. ഇജ്ജ് ഓളോട് വർത്താനം പറഞ്ഞിട്ടുണ്ട് വായോ. ചായ എന്തേലും കുടിക്ക. ഞാൻ വരാം. താത്ത, താത്ത. ഇജ്ജെപ്പളാ വന്ന്? ഞാൻ അതിപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയിട്ടുള്ളൂ. നിങ്ങൾ എന്തൊക്കെ എടുക്കണ്? എന്തായാലും വന്നത് നന്നായി. ഇക്കേ നല്ല തലവേദന ഉണ്ട്. പിന്നെ എന്നാ അടിച്ചൊരു തുറക്കണം താത്ത വന്നിട്ടുമില്ല. ഇജ്ജൊന്ന് ചെയ്യോ? എനിക്ക് തീരെ വയ്യായിട്ടാ. അതിനെന്താ, ഞാൻ തുടച്ചു തരാം. നിങ്ങളവിടെ പോയിട്ട് റെസ്റ്റ് എടുത്തോളി. അല്ല പിന്നെ വലിഞ്ഞേറി വരുന്നോൾക്കേ ഇങ്ങനല്ലാതെ പിന്നെ എങ്ങനെ പണിയെടുക്കുക? അങ്ങനെ സുയിക്കാൻ വന്നതാണോളൂ. അങ്ങനൊക്കെ ഞാൻ സുയിക്കാൻ സമ്മതിക്കൂല. പിന്നേറ്റോളെ കളി. ഉമ്മ, എന്തോള് പറഞ്ഞീന്ന്? ഓലെ അടിച്ചൊരു തുടക്കമെന്ന് ചോദിക്കാൻ വേണ്ടീട്ടേ. അടിച്ചൊരു തുടക്കണം താത്ത ഒന്നും വന്നിട്ടില്ലാന്ന് പറഞ്ഞ്. അപ്പൊ താത്താക്ക് തലവേദന എത്ര, എന്നോടൊന്നും ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു. ഇജ് അടിച്ചൊരു തുടക്കൊന്നും വേണ്ട, ഞാൻ ചെയ്തോണ്ട്. ഇജ് അവിടുത്തെ പണിയോളോ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇനി ഇവിടുന്നും കൂടി ഇജ് എടുക്കായിട്ടാ. ഞാൻ ചെയ്തോണ്ട്. അതിനെന്താ ഇമ്മ, എനിക്ക് ഇവിടെ ചെയ്യണതും അവിടെ ചെയ്യണൊക്കെ ഒരുപോലെ തന്നെയാണ്. പിന്നെ ഓൾക്ക് വയ്യായിട്ടല്ലേ. ഞാൻ ചെയ്തോളാം, നിങ്ങൾ ചെയ്യൊന്നും വേണ്ട. എന്നുവെച്ചാ എന്താച്ചാ കാട്ടിക്കോ. ഞാനേ ചായ ഉണ്ട് എടുത്ത് വെച്ചിട്ട് അടുത്ത് കുടിച്ചോ. ഞാൻ അടുത്ത് കുടിച്ചോളാം. ഇമ്മ, ഇപ്രാവശ്യം നമ്മളോട് ചക്ക ഉണ്ടായിട്ടൊന്നുമില്ലേ? ഒന്നും കാണാനില്ലേ ഇമ്മേ? ഒന്ന് രണ്ടെണ്ണൊക്കെ ഉണ്ടായിന്ന്. ഉണ്ടായിട്ട് എനിക്ക് തരാതിരുന്നീന്ന്. അതിനത് ഇവിടെ തന്നെ കിട്ടിയിട്ടില്ല. എന്താ ഇവിടെ കിട്ടിയിട്ടില്ല പറഞ്ഞു? ഓളെ പെരേക്ക് കൊണ്ടുപോയി. ഓളെ പെരേക്ക് പോകുമ്പോ 2 ചക്കയും കൊണ്ടുപോയി. എന്നാലും എന്റെ കുട്ടിക്ക് തരായിട്ട് ഉമ്മാക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇവിടെ കിട്ടിയില്ലെങ്കിലും അനക്ക് തരലുള്ളതല്ലേ. ഇപ്രാവശ്യം അനക്കും കിട്ടിയില്ല. ബാക്കിയുള്ളൊക്കെ വീണ് പോവാ ചെയ്തത്. ഒക്കെ ഒരു കേട് വന്നിക്ക. ഒക്കെ വീണ് പോയി. ആകെ 2 ഉണ്ടായിരുന്നു. 2 ഓളോ പെരേക്ക് കൊണ്ടുപോയി. അതെന്താ ചായിക്കോട്ടെ. ഇനിയിപ്പോ ഒരു ചക്കല്ലേ, സാരില്ല. ഞാൻ വന്ന് ഇങ്ങോട്ട് വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട്. ഇക്കാക്ക് പണി നിർത്തിയിട്ട് കൊറേ ദിവസമായിക്കണം. ഒരു സാധനവും ഇല്ല പെരന്റെ ഉള്ളില്. നിങ്ങളെടുത്ത് പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു 2000 റുപ്യ തരുമോ? ഞാൻ ഇക്കാക്ക് പണി തുടങ്ങിയിട്ട് വേണം തരാം. കുട്ടികൾക്കൊന്നും കൊടുക്കാനും കൂടി ഇല്ല അവിടെ. കണക്കറിയില്ലേ, എമ്മാന്റെ കയ്യില് ഇടുന്ന പൈസ? എന്റെ അടുത്ത് ഒന്നും ഇല്ലടി. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അനക്ക് തരൂലേ. ഇനിയിപ്പൊ എന്താ കാട്ടുക? ഒരു സാധനവും ഇല്ല പെരന്റെ ഉള്ളില്. ഞാൻ നിങ്ങള് തരുന്നുള്ള പ്രതീക്ഷയില വന്നത്. നിങ്ങളെ അടുത്ത് ഉണ്ടാവും വിചാരിച്ചു. പെൻഷനൊക്കെ കിട്ടിയതേ. ഓനക്ക് പണി തുടങ്ങിയാ തരായി ഒന്നും ഇല്ല എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് വേണ്ടേ? ഇജ് കാക്കാനോടൊന്ന് ചോദിച്ചു നോക്ക്. ഓന്റെ അടുത്തേറ്റുണ്ടോന്ന്. പണി തുടങ്ങിയാണ്ട് തരാന്ന് പറഞ്ഞാളാ. പിന്നെ കിട്ടിയെന്നെ. കാത്തിരുന്നു. അന്റെ ആങ്ങളെ അവക്ക് പൈസ തരും. എനിക്കറിയാലോ അത് മുടക്കാൻ. ഞാൻ എങ്ങനെ ഓനോട് ചോദിക്ക? ഓന്റെ അടുത്തോ ഉണ്ടാവൂല. ഇജ്ജ് ചോദിച്ചു നോക്ക്. ചെലപ്പോ ഓന്റെ അടുത്ത് ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഓൻ തരും ചെയ്യുമല്ലോ. ഇജ്ജ് പെട്ടെന്ന് കൊടുത്താൽ മതിയല്ലോ പണി തുടങ്ങിയിട്ട്. ഓൻ എന്തായാലും ഉച്ചക്ക് ചോറ് തിന്നാൻ വരും. അപ്പൊ ചോദിച്ചോ. ഓൻ എന്തായാലും വരും. ചോദിച്ചോക്കല്ലേ. ഓൻ വരട്ടെ, എന്നിട്ട് ഞാൻ ചോദിച്ചോളാം. എനിക്ക് കുറച്ചും കൂടി പണികളുണ്ട്. ഞാൻ അതും കൂടി തീർക്കട്ടെ. ഇജ്ജ് ഇരുന്ന അവിടെ.
ഹലോ ഇക്കാ. ഞാനാട് വിളിക്കാൻ നിക്കേന്നു. എന്തേലും സാധനം വേണോ? സാധനങ്ങളൊന്നും വേണ്ട. പിന്നെ നിങ്ങളൊന്ന് ഉച്ചക്ക് ചോറുണ്ണാ വരണ്ട കേട്ടോ. പുറത്തുനിന്ന് കഴിച്ചോളി. ചോറില്ലേ? ചോറൊക്കെ വെച്ചിക്കണ്. നിങ്ങളെ പെങ്ങളെ ആദ്യം വന്നിക്കണ്. ഓളെപ്പളാ വന്ന്? ഓള് കുറച്ചേരായി വന്നിട്ട്. ഓള് എന്തിനു വന്നതാ? വെറുതെ വന്നതാ? ഓള് ഇങ്ങളേക്കന്നെ പൈസ കടം ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഓളേക്കന്ന് കിട്ടുന്നുള്ളത്? ഇപ്പൊ അയാൾക്ക് പണിയും തൊരം ഇല്ലാതെ ഇരിക്കാണ്. അപ്പൊ നിങ്ങള് സഹായിക്കന്നെ വേണം. കൊടുത്തു പോവരുത് ട്ടോ. എന്തിനാ ഓൾക്കിപ്പോ പൈസ? ആർക്കറിയില്ല, ഓളോട് എന്താ സാധനങ്ങൾ ഇല്ലാതില്ലാതില്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മാട്. ഞാനെങ്ങനെ കൊടുക്കാതിരിക്കുക? നിങ്ങൾ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾ അറിയും. നിങ്ങളിപ്പോ തൽക്കാലം ഇങ്ങോട്ട് വരിന്നെ വേണ്ട. ഉമ്മാക്ക് വിളിച്ചിട്ട് പറഞ്ഞാളി ഞാൻ ഉച്ചക്ക് ചോറുണ്ണാൻ വരൂല, വേറെ എവിടേക്കെങ്കിലും പോവാണെന്ന് എന്തേലും പറഞ്ഞാളി. പറയാ. ഞാൻ അങ്ങനെ അല്ലാതെ ഞാൻ കേക്കട്ടെ നിങ്ങൾ വേറെ എന്തെങ്കിലും വിളിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുതരണ്ട്. പറയില്ല. അല്ല പിന്നെ നോക്ക് പൈസ ചങ്ങായിക്കാണെങ്കിൽ ഒരു പണിയും തൊരം ഇല്ലായിരുന്നു. എന്നിട്ട് ഓ ഇങ്ങനെ ചോദിക്കാൻ വന്നിക്കോ. നാളുണ്ടോ നോക്ക്. കുഞ്ഞോനാണല്ലോ. ഹലോ കുഞ്ഞോനെ, ഇജ്ജ് ഉച്ചക്ക് വരുന്നില്ലേ ചോറുന്നാന്? ഇല്ലമ്മാ. എന്താ? ഒരാളെ കാണാൻ പോവാണ്ട്. ഏ ഷാദിയ വന്നിട്ടുണ്ടേ, അന്നെ കാണണെന്ന് പറഞ്ഞീന്ന്. ഓളെപ്പളാ വന്ന്? ഓള് രാവിലെ വന്നിക്കണ്. ഓളെന്താ വെറുതെ വന്നതാ? അതെന്തേലും ആവശ്യത്തിന് വന്നതോ? എന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഓള്. എന്ത്? അന്റെ അടുത്ത് പൈസ എന്തേലും ഉണ്ടെങ്കി ഒന്ന് കൊടുക്കുവോന്ന്. ഒരു 2000 ഉറുപ്യ. പെരന്റെ ഉള്ളിൽ ഒരു സാധനം ഇല്ല, അത്ര വാങ്ങാനത്ര. പിന്നെ ഓനക്ക് പണി തുടങ്ങിയ തരാന്നും പറഞ്ഞ്. എന്റെ അടുത്തൊന്നും പൈസ നമ്മടെ ഇല്ല. കുട്ടിയുടെ കയ്യിൽ ഉണ്ടെങ്കി ഒന്ന് കൊടുത്താളാ. എന്റെ അടുത്ത് ഇല്ലാന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ എന്താ ഇവിടെ മാന്തൊന്നുമില്ല. ഓനെ പോലെ തന്നെ ഇക്കും പണിയുള്ളൂ. ഓൻ എന്താ കാട്ടണത്? ദൂർത്തടിച്ച് കളിക്കേക്കാരോ ഓന്. എന്റെ അടുത്ത് പൈസ ഇല്ല. അല്ലടാ, ഓളെ കെട്ടിച്ച് പറഞ്ഞേക്കുമ്പോളേ നല്ല പണ്ടും മുതലും കൊടുത്തിക്കണില്ല. പിന്നെ ഇനി എന്തിനോള് ഓള് ഇടക്കിടക്ക് ഇങ്ങനെ വലിയൊരു എന്നോടല്ലാതെ വേറെ വരുന്നത്? ആരോടാ ചോദിക്ക? ഓള് ഇന്നോട് ചോദിക്കണ്ട. നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ വെച്ചാളി. ഓന്റെ അടുത്തില്ല അത്ര. അത് സാരില്ല അമ്മ, നിന്റെ അടുത്ത് തന്നെയാണ് തെറ്റ്. ഞാൻ അങ്ങോട്ട് വരണ്ടീന്നില്ലാന്ന് തോന്നപ്പോ. ഞാൻ എന്തായാലേ കുട്ടികള് വരുമ്പോത്തിനും പോട്ടെ. നാട്ടുകാരോട് ചോദിക്കാൻ മടിയായതുകൊണ്ടാ ഞാൻ പെരയില് വന്ന് ചോദിച്ചേ. പക്ഷെ ഇപ്പൊ തോന്നുന്നു ഓലോടന്നെ ചോദിച്ചാ മതിയായി. ഞാനും കണ്ടറിയണ്ടേ, ഓന്റെ അടുത്ത് ഉണ്ടാവൂല. ഞാൻ നിങ്ങളോട് പറഞ്ഞേല്ലമ്മ. ഇനി എന്തായാലും ഞാൻ പോട്ടട്ടാ. ഞാൻ പിന്നെ എപ്പളേലും വരണ്ട്. എന്നാ വെച്ച് കുട്ടികള് വരുമ്പോത്തിന് പോയിക്കോ. എന്താ ചെയ്യാ? താത്ത, ഇജ്ജ് പോവാണ്? പൈസ കിട്ടിയില്ലെങ്കിൽ എന്താ, നല്ല ചിക്കനൊക്കെ കൂട്ടിട്ട് ചോറുന്നാൻ പറ്റിയല്ലോ എനക്ക്. കൊറേ ആയിട്ടുണ്ടാവുമല്ലോ ചിക്കനൊക്കെ വാങ്ങീട്ട്. പള്ള അറച്ച് തിന്നിട്ടുണ്ടാവുമല്ലോ. അത് ശരിയാണ്. ഇപ്പളെന്റെ വയറ് നല്ല നിറഞ്ഞത്. സന്തോഷായി. ഞാൻ പോവാ അമ്മ, ഞാൻ പോവാണ്. പിന്നെ ഇജ്ജിത് കുട്ടികൾക്ക് കൊണ്ടോയിക്കോ. കുറച്ച് ബിസ്ക്കറ്റാണ്. ഇവിടെ ആരും ഈ ബിസ്ക്കറ്റ് തിന്നൂല. ഇനിയിപ്പോ കഞ്ഞിരവെള്ളത്തേക്ക് ഇടുക, അല്ലെങ്കിൽ കാക്കോക്കും മുച്ചോക്കും കൊടുക്കേണ്ടി വരും. ഐറ്റങ്ങളും ഇപ്പൊ ബിസ്ക്കറ്റ് ഒന്നും തിന്നൂല. അപ്പൊ ഇജ്ജിത് കുട്ടികൾക്ക് കൊണ്ടോയിക്കോ. എന്തായാലും കളയണ്ട, കുട്ടികൾക്ക് കൊടുക്ക. എന്നായിക്കോട്ടെ.
ഈ എന്തിനാ മോളെ ഓളെ ഇങ്ങനൊക്കെ പറയണത്? ഓളെടുത്തൊരു ഉറപ്പില്ലാത്തോണ്ടല്ലേ നിങ്ങളോട് വന്ന് ഈ ഇറക്കേണ്ടി വന്നത്. അതിന് ഞാൻ എന്ത് ചെയ്ത്? ഞാൻ ഓരോന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലേ അതും എന്റെ കുട്ടിയാണ്. അതൊന്ന് ഓർക്കണത് നല്ലതാണ്. എന്റെ മകൻക്കേ ഒരാഴ്ച പണി ഇല്ലാതായിട്ടുണ്ടെങ്കിൽ തീരുന്നതുള്ളൂ വണ്ടി അഹങ്കാരൊക്കെ, ഈ പൈസന്റെതൊക്കെ. അത് ഉമ്മാടെ കുട്ടിയെ ഒന്ന് മനസ്സിൽ വെക്കണത് നല്ലതാണ്. ഇങ്ങനെ ഒരാളെ പുച്ഛിക്കുമ്പോ ആൾക്ക് എത്ര വേദന ഉണ്ടാവും എന്നുള്ളതേ ഒന്ന് ആലോചിക്കണത് നല്ലതാണ്. ഉമ്മാടെ കുട്ടി ഒന്നും ഉണ്ടായിട്ട് പറയല്ല. അതിനൊരു മാർഗം ഇല്ലാത്തോണ്ട് അവിടെ വന്നേ ഇറങ്ങത്. ഇക്കറിയായിരുന്നു ഇത് എന്റെ കളി തന്നെയാണെന്നുള്ളത്. ഇജ്ജ് വിളിച്ച് പറയാതോ അങ്ങനെയൊന്നും പറയൂല എന്നുള്ളത്. പിന്നെ ഞാൻ എന്റെ മുഖത്ത് നോക്കിയിട്ടേ ഇങ്ങനെ പറയാതിരുന്നതാ. ഓൾക്കും ഒരു ഈറ എന്നോട് തോന്നരുത് എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഓളെ മുന്നിൽ നിന്ന് ഒരു കാര്യം ഞാൻ എന്നോട് പറയാതിരുന്നത്. ഇക്കല്ലേതും അറിയണതാണ്. ഇന്നും എന്തെങ്കിലും കാണൽ തുടങ്ങിയൊന്നല്ലല്ലോ ഞാൻ എന്നെ. അതും എന്റെ കുട്ടിയാണ്. അതും ഇനി ഇങ്ങോട്ട് വരും ചെയ്യും, ഒക്കെ ചെയ്യും. പിന്നെ തൊള്ളക്ക് മകള് പറഞ്ഞ് പറ്റിയില്ല. തള്ളി മകളും തള്ളനും കൂടി ഇവിടുന്ന് എങ്ങനെയൊക്കെ കെട്ടിട്ടിക്കണം.